മുംബൈയിൽ അന്താരാഷ്ട്ര എണ്ണച്ചരക്ക് കള്ളക്കടത്ത് റാക്കറ്റിനെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടികൂടി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വൻതോതിൽ എണ്ണ കടത്താനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തി വന്നതെന്നും വ്യക്തമാക്കുന്ന ചില രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ സങ്കീർണമായ തിരച്ചിലിനൊടുവിലാണ് സംഘം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പിടിയിലാകുന്നത്. മുംബൈയിൽ നിന്ന് ഏകദേശം 100 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് വെച്ചുകൊണ്ടാണ് 3 വിദേശ കപ്പലുകളെ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ വളഞ്ഞത്. ഇലക്ട്രോണിക് ഡാറ്റകളുടെ സുസൂക്ഷ്മമായ പരിശോധനയിലൂടെയാണ് കപ്പലിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തതിലൂടെയുമാണ് സംഘത്തിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് ചില നിർണായക തെളിവുകൾ പുറത്തുവരുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് കോസ്റ്റ് ഗാർഡ് ഈ നീക്കം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ ഒരു മോട്ടോർ ടാങ്കിന്റെ അസ്വാഭാവികമായ നീക്കം കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തത്. തുടർന്ന് നടത്തിയ ഡിജിറ്റൽ അന്വേഷണത്തിലും ഡാറ്റ പാറ്റേൺ പരിശോധിക്കുന്നതിലുമാണ് മറ്റ് 2 കപ്പലുകൾ കൂടി ഈ നിയമവിരുദ്ധ ഇടപെടലിൽ പങ്കാളികളാണ് എന്നത് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കപ്പലുകൾ സംശയാസ്പദമായ ടാങ്കിനോട് അടുക്കുന്നതിനായി തന്നെ കണ്ടതോടുകൂടിയാണ് ഇത് പിടികൂടുന്നത്. പിടിയിലായ കപ്പലുകളെ മുംബൈയിൽ എത്തിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണങ്ങൾക്കായുള്ള നിയമ നടപടികൾക്കായും കസ്റ്റംസിനും മറ്റ് ഏജൻസികളും കൈമാറുമെന്നതാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നാണ് കുറഞ്ഞ വിലയ്ക്കുള്ള എണ്ണ വാങ്ങുന്നതായി തന്നെ ഇത്തരത്തിൽ സംഘങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നതായി വ്യക്തമാക്കുന്നത്. ഇതിലൂടെ ഇവർ ആകട്ടെ വലിയ രീതിയിലുള്ള ലാഭം കൊയ്യുകയാണ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ വെച്ച് വലിയ രീതിയിൽ മോട്ടോർ ടാങ്കുകളിലേക്ക് എണ്ണ മാറ്റുന്നതിലൂടെ തന്നെ ഇവ പിടിക്കപ്പെടാതെ തന്നെ നോക്കാൻ ഈ സംഘം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാർ ഒപ്പിടുകയും അത് യാഥാർത്ഥ്യമാകുകയും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അത് കുറയ്ക്കുമെന്ന രീതിയിലേക്കുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കപ്പൽ പിടികൂടുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള തീരദേശ രാജ്യങ്ങൾക്ക് നൽകേണ്ട വലിയ തുകയുടെ കസ്റ്റംസ് നികുതി വെട്ടിക്കാനാണ് ഇത്തരത്തിൽ ഇടപാടുകൾ പ്രധാനമായും തന്നെ ഉപയോഗിച്ചിരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഏജന്റുമാരുടെ ഒരു വലിയ ശൃംഖല തന്നെ ഈ വിൽപ്പനയ്ക്കും കൈമാറ്റത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയിൽ നിന്നും റഷ്യൻ എണ്ണ ഇറക്കുമതി നിരീക്ഷിക്കാനുള്ള അമേരിക്കയുടെ പ്രത്യേക സമിതിക്ക് ഇന്ത്യ വഴങ്ങിയതായി തന്നെ ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസം പുറത്തിട്ട എക്സ്ക്ലൂസീവ് ഉത്തരവ് പ്രകാരം ഉന്നതതല സമിതിയായിരിക്കും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നിരീക്ഷിക്കുക. ഇന്ത്യ നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടോ എന്ന ഈ നീക്കം ഈ സമിതി പരിശോധിക്കും. ഇതിനായി തന്നെ US വാണിജ്യ, ട്രഷറി, ആഭ്യന്തര സെക്രട്ടറിമാർ അടങ്ങുന്ന സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തുമെന്നും പകരം അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുമെന്നും ട്രംപിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വീണ്ടും തുടങ്ങിയാൽ ഇന്ത്യയുടെ മേൽ 25% അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന ഭീഷണി ട്രംപിന്റെ ഉത്തരവിൽ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ 50% വരെയായിരുന്നു അധിക നികുതി. 18% കുറയുന്നതിന് പകരമാണ് ഇന്ത്യ ഈ നിബന്ധനകൾ അംഗീകരിച്ചതെന്നതായിരുന്നു US വാദം. ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ ഇത്തരത്തിൽ എണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.